നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഭജിക്കയുടെയും കുഞ്ഞിന്റെയും മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. വിഭജിക്കയുടെയും കുഞ്ഞിന്റെയും മരണം കൊലപാതകമെന്നാണ് കുടുംബം കരുതുന്നത്. ശൈലജയുടെ മാതൃ സഹോദരിയാണ് ശൈലജയുടെ അഭാവത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. മരിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായി ഇത്തരത്തിൽ പീഡനത്തെക്കുറിച്ചും ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ചും കുടുംബത്തോട് പറഞ്ഞിരുന്നു. തന്റെ അനുവാദമില്ലാതെ 40 പവന്റെ സ്വർണം ഭർത്താവ് എടുത്തുകൊണ്ടുപോയി എന്നടക്കമുള്ള കാര്യങ്ങളാണ് വിഭജിക്ക പറഞ്ഞിരുന്നത്. ഭീഷണികളും പ്രശ്നങ്ങളും ഉണ്ടായി. വിഭജിക്കയുടെയും മകളുടെയും സംസ്കാരം ഷാർജയിൽ വെച്ച് നടത്തുവാനാണ് അവർ ശ്രമിക്കുന്നത്. തങ്ങളുടെ രക്തബന്ധമെന്ന നിലയിൽ മകളെ അവസാനമായി കാണുവാൻ ആഗ്രഹിക്കുകയാണ്. നാട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിനായി ഹൈക്കോടതിയെ ഇടപെടണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹർജിയിൽ പ്രധാനമായും പറയുന്നത് വിഭജിക്കയുടെയും കുഞ്ഞിന്റെയും മരണം ഭർത്തൃവീട്ടിലെയും ശാരീരിക മാനസിക പീഡനങ്ങളെ തുടർന്നാണ്. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപായി വിഭജിക്ക ഫോണിൽ വിളിക്കുകയും നേരിട്ട പീഡനങ്ങളെക്കുറിച്ചും ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പറഞ്ഞിരുന്നു. തന്റെ അനുവാദമില്ലാതെ തന്നോട് പറയുക പോലും ചെയ്യാതെ 40 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവ് എടുത്തുകൊണ്ടുപോയി എന്നും പറഞ്ഞു. വിഭജിക്ക കടുത്ത ശാരീരിക പീഡനങ്ങൾക്കിരയായി എന്ന് കുടുംബത്തിന് ബോധ്യമുണ്ടായിരുന്നു. ഭർത്തൃവീട്ടിൽ നിന്ന് അത്തരത്തിലുള്ള ഭീഷണികളുണ്ടായി. വിഭജിക്കയുടെ മരണം ആത്മഹത്യയെന്ന് കരുതുന്നില്ലെന്നും കൊലപാതകത്തിനുള്ള സാധ്യതകളുണ്ടെന്നും കുടുംബം ആരോപിക്കുകയാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തി വിഭജിക്ക ആത്മഹത്യ ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. UAE അധികൃതരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഭർത്തൃവീട്ടുകാർ മൃതദേഹം അവിടെ സംസ്കരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിവരികയാണ്. പക്ഷേ തങ്ങൾക്ക് മകളെ അവസാനമായി കാണണമെന്നും സംസ്കാര ചടങ്ങുകൾ നാട്ടിൽ നടത്തണമെന്നും ആഗ്രഹമുണ്ട്. അതിനാൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ ഹൈക്കോടതി ഇടപെടണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കുമെന്ന സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. വിഭജിക്കയുടെ ഭർത്താവ് നിതീഷ്, ഭർത്തൃപിതാവ്, സഹോദരി എന്നിവർക്കെതിരെ കുണ്ടറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. വിഭജിക്കയുടെയും മകൾ വൈഭവിയും ഷാർജയിൽ മരിച്ചതിൽ സംശയങ്ങളുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പോലും പ്രതികരിച്ചത്. ഇന്ത്യൻ പൗരന് കിട്ടേണ്ട എല്ലാ നീതിയും ന്യായവും അവർക്ക് കിട്ടണം. ഷാർജയിലെ നിയമം അനുസരിച്ച് മൃതദേഹം ഭർത്താവിന് വിട്ടുകൊടുക്കും. ഇന്ത്യൻ നിയമവ്യവസ്ഥയിലൂടെ അത് തടയുവാനുള്ള ശ്രമം നടത്തുകയാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ തീരുമാനം ഉടനുണ്ടാകും. വിഭജിക്കയുടെ മരണത്തിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ടെന്നും ഷാർജ കോൺസുലേറ്റ് ജനറലിന് സംശയങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നുവെന്നും സുരേഷ് ഗോപി പറയുന്നു. മരണത്തിലെ സംശയങ്ങളും ദുരൂഹതകളും കോൺസുലേറ്റ് ജനറലിനെ അറിയിച്ചിട്ടുണ്ടെന്നും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് കുട്ടിയുടെ സംസ്കാരം തടഞ്ഞതെന്നുമാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാതെ വിഭജിക്കയുടെ മൃതദേഹം കൊടുക്കില്ലെന്നാണ് കോൺസുലേറ്റ് ജനറൽ അറിയിച്ചിട്ടുള്ളത്. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുവാൻ അവിടെ ആരോ സമ്മർദ്ദം ചെലുത്തുകയാണ്. വിഭജിക്കയുടെ അമ്മ അവിടെ എത്തിയത് തുടർ നടപടികൾക്ക് ഗുണം ചെയ്യും. അപ്പുറത്തെ വശത്തു നിന്ന് സംസ്കാരത്തിൽ അടക്കം തിരക്ക് കൂട്ടുന്നത് കാണുമ്പോഴൊക്കെ ഈ സംശയം വർദ്ധിക്കുകയാണ്. ഷാർജ സർക്കാർ കരുണയും ദയയുമുള്ളവരാണ്. വിഭജിക്കയുടെ ഒരുപാട് ശബ്ദ സന്ദേശങ്ങളടക്കം കുടുംബം അയച്ചു നൽകിയിട്ടുണ്ട്. വിഭജിക്കയുടെയും മകൾ വൈഭവിയുടെയും സംസ്കാരം കഴിഞ്ഞ ദിവസം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ കോൺസുലേറ്റിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്ന് സംസ്കാരം മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം വിഭജിക്കയുടെയും കുഞ്ഞിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച് വിഭജിക്കയുടെ അമ്മ ശൈലജ അടിയന്തര ഇടപെടലിന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെടണമെന്നും മകൾക്ക് നീതി ലഭിക്കണമെന്നുമാണ് വിഭജിക്കയുടെ അമ്മ ആവശ്യപ്പെട്ടത്. കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിൽ സംസ്കരിക്കണമെന്നും വിഭജിക്കയുടെയും കുഞ്ഞിന്റെ മൃതദേഹം ഒന്നിച്ച് നാട്ടിൽ എത്തിക്കണമെന്നും അമ്മ ശൈലജ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭജിക്കയും 1.5 വയസ്സുള്ള മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരേ കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഈ മൃതദേഹങ്ങൾ. മരണകാരണം സ്ഥിരീകരിക്കുന്നതിനായാണ് നാട്ടിൽ റീപോസ്റ്റ്മോർട്ടത്തിന്റെ സാധ്യത കുടുംബം ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ കുഞ്ഞിനെ നിതീഷിന് കൈമാറാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഇയാളുടെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് നേരത്തെ വിഭജിക്ക നൽകിയിരുന്നുവെങ്കിൽ ഈ തീരുമാനം മറ്റൊന്നാകുമായിരുന്നു. എന്നാൽ എത്ര പീഡനം സഹിച്ചിട്ടും നിതീഷിനോടുള്ള സ്നേഹം കാരണം മകൾ അത് ചെയ്തില്ലെന്നാണ് ശൈലജ പറയുന്നത്. 33 വയസ്സുകാരിയെ വിഭജിക്ക മണിയൻ ഷാർജയിൽ കുടുംബത്തിനൊപ്പം താമസിച്ചിരുന്ന യുവതിയാണ്. നല്ല ശമ്പളമുള്ള ജോലിയിൽ സ്വന്തം മകളെ വളർത്തുവാനുള്ള താല്പര്യത്തോടെ ജീവിച്ചവളാണ് അവൾ. പക്ഷേ ഭർത്തൃവീട്ടിൽ നിന്നും ലഭിച്ചിരുന്നത് പരിചരണമല്ല, മറിച്ച് പീഡനമായിരുന്നു. വിഭജിക്കയുടെ ആത്മഹത്യക്കുറിപ്പ്, അതിനൊപ്പം കിട്ടിയ ഡയറി കുറിപ്പുകൾ എല്ലാം ചേർത്ത് നോക്കുമ്പോൾ പുറത്തു വന്നത് ഒരു മനുഷ്യത്വരഹിതമായ കുടുംബജീവിതത്തിന്റെ സത്യമാണ്. ഭർത്താവ് നിതീഷ്, സഹോദരി നീതു, പിതാവ് മോഹനൻ
ഈ 3 പേരെയും അവൾ പ്രതികൾ എന്നാണ് വിളിച്ചത്. അവളുടെ പരാതികളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഭക്ഷണം പോലും കഴിക്കാതെ തളർന്ന ദിവസങ്ങൾ, കുഞ്ഞിന്റെ ചോറൂട് ചടങ്ങിൽ പോലും പങ്കെടുക്കാത്ത ഭർത്താവ്, ഗർഭിണിയായിരിക്കെ പോലും ഹിംസിക്കപ്പെട്ട ഒരവസ്ഥ, അമ്മായിയപ്പനായി വിശ്വസിച്ച വ്യക്തിയാൽ പോലും ഉപദ്രവിക്കപ്പെട്ടു. താനൊരു അമ്മയാണ്, പക്ഷേ എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായി വളർത്തുവാനാകില്ല, ഞാൻ ശക്തയായവളല്ല. ഇവയെല്ലാം വായിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും സ്തംഭിച്ചു. കോട്ടയം സ്വദേശിയായ ഭർത്താവ് നിതീഷിനെയും മറ്റു 2 പ്രതികളെയും പ്രതികളാക്കിയാണ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം ഇവരെല്ലാം ഷാർജയിൽ ഒളിവിലെന്നാണ് സൂചന. ഒരു യുവതിയും അവരുടെ കുഞ്ഞുമാണ് ഈ കഥയിലെ പകുതി. ഇത് അവസാനിക്കേണ്ടത് നീതിയിലൂടെയാണ്. പിഞ്ചു ജീവന്റെ മുന്നിൽ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വിഭജിക്കയുടെ 6ഓളം വരുന്ന പേജിലെ ആത്മഹത്യക്കുറിപ്പ് കഴിഞ്ഞ ദിവസം, അതായത് ഈ മരണത്തിനു ശേഷം ഫേസ്ബുക്ക് പേജിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. 6ഓളം വരുന്ന പേജിലെ ആത്മഹത്യാക്കുറിപ്പ് ഈ മരണ ദിവസത്തിനു മുൻപ് ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീട് അപ്രത്യക്ഷമായി. ഭർത്താവ് നിതീഷ്, മോഹൻ, ഭർത്തൃപിതാവ് മോഹൻ, ഭർത്തൃ സഹോദരി നീതു എന്നിവർക്കെതിരെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ സംബന്ധമായി ഒട്ടേറെ കാര്യങ്ങളാണ് ആ കത്തിൽ വിശദീകരിച്ചിരുന്നത്. സ്വകാര്യ കമ്പനിയിൽ HR മാനേജറായ കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക മണിയനെയും മകൾ വൈഭവിയെയും ഷാർജ ആൽനദിയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വൈഭവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കുഞ്ഞിനെ കഴുത്തുഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷമാണ് കയറിൽ കെട്ടിത്തൂക്കിയതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലാണ് 2 മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് ഈ വിഭജികയുടെയും കുഞ്ഞു വൈഭവിയുടെയും സംസ്കാരം ഷാർജയിൽ നടത്തുവാനുള്ള നിതീഷിന്റെ നീക്കം തടഞ്ഞത്. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം ഷാർജയിൽ നടത്തുകയാണെന്നും വിഭജികയുടെ കുടുംബാംഗങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാമെന്നും കാണിച്ചാണ് നിതീഷ് വിഭജികയുടെ ബന്ധുവിന് സന്ദേശം അയച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പലതരത്തിലുള്ള സഹായ അഭ്യർത്ഥനകളും ഫലം കാണാതെ വന്നതോടെ വിഭജികയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനോട് സഹായം തേടി. വി മുരളീധരൻ ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറലുമായി അപ്പോൾ തന്നെ ബന്ധപ്പെട്ടു. ഭർത്താവും അച്ഛനും എന്ന നിലയിൽ മൃതദേഹങ്ങൾ വിട്ടുകിട്ടുവാൻ നിതീഷിനാണ് നിയമപരമായ അവകാശമെന്നത് കോൺസുലേറ്റ് മുരളീധരനെ അറിയിച്ചു. എന്നാൽ വിഭജിക വിവാഹമോചന നീക്കം അടക്കം നടത്തിയിരുന്നുവെന്ന് മുരളീധരൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി. ഇക്കാര്യം ദുബായ് പോലീസ് അധികൃതരെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇതേ തുടർന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ദ്രുതഗതിയിലുള്ള നീക്കങ്ങളുണ്ടായത്. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ മൃതദേഹവുമായി ആംബുലൻസ് പുറപ്പെട്ടിരുന്നു. പിന്നാലെ പോയ പോലീസ് ആംബുലൻസ് തടഞ്ഞ് ഈ മൃതദേഹം മോർച്ചറിയിലേക്ക് തിരികെ അയച്ചു. നാട്ടിലെത്തിച്ച് സംസ്കാരം നടത്തണമെന്ന വിഭജികയുടെ കുടുംബങ്ങളുടെ ആവശ്യം ന്യായമാണെന്നും അവർക്കൊപ്പം നിൽക്കുമെന്നുമാണ് വി മുരളീധരൻ പ്രതികരിച്ചത്. മുരളീധരൻ മാത്രമല്ല, പ്രവാസികളും മലയാളികളും അടക്കം എല്ലാവരും ആവശ്യപ്പെടുകയാണ്, ആ മരണത്തിന് ശേഷമെങ്കിലും വിഭജികയ്ക്കും കുഞ്ഞിനും നീതി ലഭിക്കണം. തീർച്ചയായിട്ടും ആ നിതീഷിന്റെ കരങ്ങളിൽ ആ മൃതദേഹങ്ങൾ പോലും വിട്ടുകൊടുക്കരുത്. ഏറ്റവും അവസാനമായി ആ കുടുംബാംഗങ്ങൾക്ക് വിഭജികയും കുഞ്ഞിനെ കാണുവാനായി അവരുടെ മൃതദേഹങ്ങളെങ്കിലും നാട്ടിലേക്ക് എത്തിക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.